വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ ആൽക്കഹോളിക് സീരീസിലോട്ട് സ്വാഗതം. എപ്പിസോഡ് എത്രയാണെന്ന് എനിക്കറിയില്ല, എന്തായാലും താഴെ എഴുതി കാണിക്കാം. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് എൻ്റെ RC390 BS3 ആണ്. എൻ്റെ BS3യുടെ തന്നെ മൈലേജ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾ ചാനൽ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് മുമ്പ് നമ്മുടെ BS3യുടെ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇതിൻ്റെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ട്രാവൽ വ്ലോഗ് ആയിരുന്നാലും അല്ലാതെ റിവ്യൂസ് ആയിരുന്നാലും കൂടുതലും എൻ്റെ അടുത്ത് പറയുന്ന വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ എൻ്റെയും കൂടി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഞാൻ ആൽക്കഹോളിക് സീരീസിൽ നമ്മൾ ഇതിൻ്റെ തന്നെ മൈലേജ് ടെസ്റ്റ് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വീണ്ടും ചെയ്യാനായിട്ട് എനിക്കൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കുറേ പേര് എൻ്റെ അടുത്ത് ഇപ്പോഴും ഈ ഒരു ബൈക്കിനെ പറ്റി എൻക്വയറീസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പോഴും ഈ ബൈക്ക് എടുക്കണം എന്ന് ആലോചിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, BS3 എടുക്കണം എന്നുള്ളത്. അതിൽ എൻ്റെ അടുത്ത് വരുന്ന നല്ലൊരു ശതമാനം ക്വസ്റ്റ്യനും ഇതിന് എത്ര മൈലേജ് കിട്ടും, ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ മൈലേജ് എത്രയാണെന്നുള്ളത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ മൈലേജ് ടെസ്റ്റ് ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കിട്ടിയ മൈലേജ് എനിക്ക് തോന്നുന്നൊരു 20-21 ആ ഒരു റേഞ്ചിൽ മാത്രമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയണം എന്നുണ്ട്, അതല്ല ഇതിൻ്റെ ശരിക്കുള്ള മൈലേജ്. കാരണം ഇപ്പോൾ എനിക്ക് കിട്ടുന്ന മൈലേജ് അതല്ല, അന്ന് എനിക്ക് അത്രയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ വണ്ടി എടുത്ത സമയത്ത് ശ്രദ്ധിച്ചതാണ്, മൈലേജ് നല്ല ഡ്രോപ്പായിരുന്നു. അപ്പോൾ അത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തത്. അന്നത്തെ ഈ ബൈക്കിൻ്റെ കണ്ടീഷൻ അല്ല ഇന്നത്തെ ഈ ബൈക്കിൻ്റെ കണ്ടീഷൻ. ഒരു വർഷമായിട്ട് എൻ്റെ കൂടെ ഓടുന്നതാണ്. ഈ ബൈക്കിൻ്റെ ഫസ്റ്റ് ഓണർ ഉപയോഗിച്ചതിനെക്കാട്ടിയും എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടീഷൻ തന്നെ കംപ്ലീറ്റ്ലി ഞാൻ മാറ്റി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മൈലേജ് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഈ ഒരു ബൈക്കിൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴും ആ പഴയ വീഡിയോയുടെ കമൻറ്റുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, 20-21 വെച്ചിട്ട് എങ്ങനെയാണ് ബ്രോ ഇതിനെ കൊണ്ടു നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴും എനിക്ക് പറയണമെന്നുണ്ട്, ഇപ്പോൾ 20-21 അല്ല കിട്ടുന്നത്, കുറച്ചുകൂടി എനിക്കിപ്പോൾ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ശരിക്കും നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു സിറ്റുവേഷൻ കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഇതിൻ്റെ മൈലേജ് എത്രയാണെന്നുള്ളത് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം ഒരു വർഷമായി വണ്ടി എൻ്റെ കയ്യിൽ, ഒരു വർഷത്തിൽ പുറത്തായി ബൈക്ക് എൻ്റെ കയ്യിൽ. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം, അന്ന് കിട്ടുന്ന മൈലേജ് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രോപ്പർ മൈലേജ് ആയിരിക്കില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ ഡ്രോപ്പ് ആയിട്ടുള്ള മൈലേജ് ആയിരിക്കും എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ബൈക്ക് കുറേ കാലം എടുക്കാതെ യൂസ് ചെയ്യാതെ ഒരു സ്ഥലത്ത് വെച്ചിരുന്ന ഒരു ബൈക്കാണ്. അതുകൊണ്ടാണ് കുറച്ച് ക്ലീൻ ആയിട്ടുള്ളൊരു ബൈക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓയിൽ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് ചെയ്തിട്ടില്ലായിരുന്നു. പ്രോപ്പറായിട്ട് ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ്ലി തീർത്തിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ സിറ്റുവേഷൻസിൻ്റെ ഇടയിലാണ് ഞാൻ ആ മൈലേജ് ടെസ്റ്റ് ചെയ്തത്. അന്നൊരു 20-21 കിട്ടിയത്. കുഴപ്പമില്ല എന്നാണ് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം ഞാനിത് കുറച്ചുകൂടിയൊക്കെ നന്നാക്കും, കുറച്ചുകൂടിയൊക്കെ നീറ്റാക്കും, കുറച്ചുകൂടിയൊക്കെ ഒരു മൈലേജ് ഇമ്പ്രൂവ്മെൻറ്റ് ഞാനിതിൽ ഉണ്ടാക്കും എന്നുള്ളൊരു ബോധം അന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് ഞാനത് പറഞ്ഞു കളഞ്ഞത്. പക്ഷേ ഇന്ന് ശരിക്കും കുഴപ്പമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ബൈക്ക് മാറിയിട്ടുണ്ട്. ഈ ബൈക്ക് ഞാനല്ലാതെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. അതും വളരെ കുറച്ച് സമയം മാത്രമേ ഈ ബൈക്ക് ആളുകൾ കയ്യിൽ വെച്ചിട്ടുള്ളൂ. എസ്പെഷ്യലി ഈ ബൈക്കിൻ്റെ ബാക്കിൽ അങ്ങനെ ആരും കയറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കുറച്ച് ആളുകൾ, വിരലിൽ എണ്ണാവുന്ന അത്രയും കുറച്ച് ആളുകൾ മാത്രമേ എൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ കയറിയിട്ടുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ബൈക്ക് സിംഗിളായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു സോളോ ബൈക്കായിട്ട് ഞാനും ബൈക്കും മാത്രം, അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെ ഒരു 1.5 വർഷം എൻ്റെ കൂടെ ഓടി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതൊരിക്കലും 20-21 അല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഹൈവേയിൽ എനിക്കിപ്പോൾ നല്ല രീതിക്ക് മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യരുത്, അതായത് 30-35 എക്സ്പെക്ട് ചെയ്യരുത്. എന്തായിരുന്നാലും പഴയതിനെക്കാട്ടിയും കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം, ചെറിയ റോഡിൽ ഓടുന്ന സമയത്ത് എനിക്ക് പഴയ 20-21 റേഞ്ചിലൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഹൈവേയിൽ എനിക്കിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ശരിക്കും BS3യുടെ ഒരു മൈലേജ് എന്ന് പറയുന്നത്. അതും ഞാൻ ഒരിക്കലും പറയില്ല ഇത് തന്നെയാണ് BS3യുടെ മൈലേജ് എന്ന് പറയുന്നത്. പേഴ്സൺ ടു പേഴ്സൺ ഓടിക്കുന്ന രീതി, ബൈക്കിൻ്റെ കണ്ടീഷൻ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും. സോ എന്തായിരുന്നാലും പഴയതിനെക്കാട്ടിയും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു മൈലേജ് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കുറേ ആലോചിച്ചു, ദയവായി ഇനി പഴയ മൈലേജ് തന്നെയാണോ കിട്ടുന്നതെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും. കാരണം അതിനെക്കാട്ടിയും കുറഞ്ഞാലും ഞാനിടില്ല. അത് തന്നെയാണ് എനിക്ക് മൈലേജ് കിട്ടുന്നതെങ്കിലും ഞാനിടില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ആ ഒരു റിസൾട്ട് കിട്ടുന്നൊരു വീഡിയോ ഉണ്ടല്ലോ. സോ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു ലിറ്റർ ഫ്യൂൾ നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഹൈവേയിൽ നോർമലി ഞാൻ ഇത്രയും കാലം ഓടിക്കുന്ന ആ ഒരു സ്പീഡിൽ, അത് ഞാൻ കൂടുതലൊന്നും നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന ഒരാളല്ല. എൻ്റെ ബൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു RC ഒരു 80-85 ആ ഒരു റേഞ്ച്, അല്ലെങ്കിൽ 70-85 ആ ഒരു റേഞ്ച് തന്നെയാണ് പോകുന്നത്. വളരെ റയറായിട്ട് മാത്രമേ ഞാൻ അതിൻ്റെ ടോപ്പ് എൻ്റെ ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ
അത്രയും ശാന്ത ലോല ഹൃദയനാക്കി മാറ്റിയിരിക്കുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും ഞാൻ ഇനി പറഞ്ഞു കോളമാക്കുന്നില്ല, നമുക്ക് നമ്മുടെ ടെസ്റ്റിലേക്ക് തന്നെ കടക്കാം. സോ BS3 RC390 എൻ്റെ ബൈക്കിൻ്റെ മൈലേജ് എത്രയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ടെസ്റ്റിലോട്ട് കടക്കാം. എപ്പോഴത്തെയും പോലെ തന്നെ 1 ലിറ്റർ പെട്രോൾ നമ്മൾ ടാങ്കിൽ ഒഴിക്കുന്നു, അതിനുശേഷം ഓടുന്നു, നോക്കുന്നു, എവിടെ വെച്ച് നിൽക്കുന്നു അവിടെ വെച്ച് നമ്മൾ റീഡിങ് എടുക്കുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒഴിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് പെട്രോൾ തീരാനുണ്ട്. അതിപ്പോൾ തീരും, കാരണം ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ചെറിയൊരു മിസ്സിങ് അടിച്ചായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ഫ്യൂൽ കൂടി തീർന്നിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റ് ആരംഭിക്കാം. സോ നമുക്കിവിടെ നിന്ന് പോകാം. ഒടുക്കത്തെ ചൂടാണ്, ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ ഹുഡിയും കൂടി ഇട്ടാണ് ഇറങ്ങിയത് ഈ ചൂടത്ത്. ആവി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായിരുന്നാലും ഫ്യൂല് തീരട്ടെ, എന്നിട്ട് നമുക്ക് റീഡിങ് എടുക്കാം. അങ്ങനെ നമ്മൾ കുറേ ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു ചെറിയ പണി കിട്ടി. ഒന്നുമില്ല, ബൈക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിന്നായിരുന്നു. ഞാൻ ആ സമയത്ത് ക്യാമറ ഓണാക്കി ഫ്യൂല് ഫില്ല് ചെയ്തു. പക്ഷേ ആ വീഡിയോ എൻ്റെ ഇന്ന് പോയി, അത് പ്രോപ്പറായിട്ട് റെക്കോർഡായില്ല. ആക്ച്വലി 1 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അതുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ സംസാരിച്ചു, അതൊന്നും കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും അതൊന്നും ക്ഷമിക്കണം. എന്തായിരുന്നാലും ട്രിപ്പ് F ആയിട്ടുണ്ട്. ഒന്നും ബ്ലിങ്കുന്നില്ല. 1 ലിറ്റർ ഒഴിച്ചിട്ടും എന്തായാലും മുന്നോട്ട് പോയിട്ട് തന്നെ നോക്കാം. അപ്പോൾ എന്തായിരുന്നാലും ഓടട്ടെ, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ പറയാം. റിസൾട്ടിലേക്ക് തന്നെ പോവാം. ഞാൻ ആ വീഡിയോ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ പറയാം. എനിക്ക് ഒരുപാട് ആഗ്രഹമൊന്നുമില്ല. ഒരു BS3 RC390 സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഒരു 30 കിട്ടണമെന്നോ അല്ലെങ്കിൽ 35 കിട്ടണമെന്നോ ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. 30 ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നവരുണ്ട്. എൻ്റെ അറിവിൽ ഞാൻ ഓടിച്ച ഒരു ബൈക്കിലും എനിക്ക് 30 ഒന്നും കിട്ടിയിട്ടില്ല. ഒരു 27 വരെയൊക്കെ പോയിട്ടുണ്ട്, 27, 28 ഒക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. 30ക്ക് പുറത്തോട്ടൊന്നും എന്തായാലും എൻ്റെ അറിവിൽ കിട്ടിയിട്ടില്ല. കിട്ടിയവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം, ചിലപ്പോൾ കിട്ടിയവരുണ്ടാവാം. ഇതിലും ഞാൻ അത്രയൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആ ഒരു 20, 21 എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ മതി. കാരണം ഹൈവേയിൽ എനിക്ക് അത്യാവശ്യം ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ 2-3 മാസങ്ങളായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കോൺഫിഡൻസിൽ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. അറിയില്ല, കാരണം പഴയ മൈലേജ് തന്നെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും സമയം കൊടുത്ത് ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇതിന് കുറച്ചെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത്. അതിപ്പോൾ എനിക്ക് 22, 23 ആയിരുന്നാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും എന്നാണ് ഉള്ളത്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തൊക്കെയോ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും വണ്ടി മുന്നോട്ട് തന്നെ പോട്ടെ. നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത്. ദൈവമേ, എന്തെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടിയാൽ സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി കുറേ കൂടിയൊക്കെ മുന്നോട്ട് പോട്ടെ, എന്നിട്ട് കാണാം. പിന്നെ ഒരു കാര്യം, BS3 RC390 എത്ര മൈലേജ് കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുതെന്ന് തന്നെയാണ്. കാരണം നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കുന്നൊരു വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25 പുറത്തോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം. അതും കുറച്ച് കടന്നൊക്കെയാണ്. ഞാൻ പറയുന്നത് ഒരു 20-25 ആണ് ആവറേജ്. അപ്പോൾ അത് തന്നെ മനസ്സിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതിൽ പുറത്തോട്ട് കിട്ടുമ്പോൾ അതൊരു ബോണസായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 20-25 മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യാവുള്ളൂ. അതിന് പുറത്തോട്ട് കിട്ടിയാൽ ഹാപ്പി. അങ്ങനെയും കരുതി ഇതിനെ കൂടെ കൊണ്ട് നടക്കുക. മൈലേജ് കാര്യങ്ങളൊന്നും അല്ല ഇതിൻ്റെ ഒരു ഫണ്ടെന്ന് പറയുന്നത്. ഇതിനെടുത്തിട്ട് പറപ്പിക്കുക, അത് തന്നെയാണ്. പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പബ്ലിക് റോഡിൽ ഒരു പ്രശ്നമാവരുത്. എന്നാലും നമുക്കിതിൻ്റെ ഒരു പവറും പുള്ളിങ്ങും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു റോനെസ് ഒക്കെ ഫീൽ ചെയ്യുക, അങ്ങനെയുള്ളൊരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡ്യൂക്ക് 390 BS3 അല്ലെങ്കിൽ RC390 BS3 പോകാം. അത്രയേ ഉള്ളൂ കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഞാൻ ഈ വീഡിയോ ഒരുപാട് ലോങ് ആക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു മൈലേജ് വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ലോങ് ആക്കുന്നില്ല. ഇനിയിപ്പോൾ ബൈക്ക് നിൽക്കുമ്പോഴേക്കും ഞാൻ വീഡിയോ ക്യാമറ ഓൺ ആക്കാം. അതുവരെ എന്തായിരുന്നാലും പോട്ടെ. എന്തായിരുന്നാലും ഒരു ചെറിയൊരു ടെൻഷനുണ്ട്, കാരണം എനിക്കിന്ന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്താവും എന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായാൽ ഭാഗ്യം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഹൈവേയിൽ ഒന്ന് മാറ്റി പിടിക്കാം, റോഡൊന്ന് ചേഞ്ച് ചെയ്യാം. കാരണം
ഏകദേശം തീരാറായിട്ടുണ്ട്. ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഹൈവേയിലൂടെ ഓടിക്കണ്ട. പെട്ടെന്നാണ് മിസ്സിങ് കയറി വരുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ചെറിയ റോഡ് കുറച്ചൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് എപ്പോഴാണ് നിൽക്കുന്നത് ഉടനെ തന്നെ നിൽക്കുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ശരി, കുറച്ചുകൂടെ പോട്ടെ. ഇതൊക്കെ ഏത് റോഡാണെന്ന് പോലും ഒരു പിടുത്തമില്ല. എന്തായാലും പോട്ടെ. ഓക്കെ, അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ അമ്മോ, ആരുടെയോ വീട്ടിലെ മതിൽ. ഓക്കെ, അവസാനത്തെ തുള്ളി പെട്രോളും തീർന്നിരിക്കുകയാണ്. ഞാനിതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം, കാരണം നമ്മുടെ ബൈക്കിൻ്റെ കിൽ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ മീറ്ററും ഓഫാവും. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ബൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ഇറങ്ങി നിന്ന് സംസാരിക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞു റോഡിൻ്റെ സൈഡാണ്. സോ നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ സംസാരിച്ച് കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ മൈലേജ് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്ത സമയത്ത് എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അതിൽ റീഡിംഗ് എന്ന് പറയുന്നത് 18.1 18.1 ഞാൻ ഫ്യൂവൽ ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്തത്. അതിനുശേഷം നമ്മൾ കുറേ ഓടി. അതിനുശേഷം ഇപ്പോഴത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് 44.5 സോ 44.5 മൈനസ് 18.1 ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. എനിക്കൊരു ചെറിയ ടെൻഷനുണ്ട്, കാരണം പഴയ റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. ഇത്രയും ടൈം വേസ്റ്റ് ആയിപ്പോവും. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പഴയ റിസൾട്ട് അല്ല എന്നാണ് അർത്ഥം. 44.5 മൈനസ് 18.1 ആശ്വാസം. ഓക്കെ, 26.4 km/ലിറ്ററാണ് നമുക്ക് നമ്മുടെ BS3 RC390യുടെ റിസൾട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. വെരി ഹാപ്പി, സത്യമായിട്ടും വെരി ഹാപ്പി. കാരണം ഫസ്റ്റ് റിസൾട്ട് 21-20 ആയിരുന്നു. ഇപ്പോൾ ഹൈവേയിൽ ഒരു 26 അടുപ്പിച്ച് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് സന്തോഷവും ലഡും ഒക്കെ പൊട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 20-21 ഞാൻ അന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞായിരുന്നു അതൊരു മോശം മൈലേജ് ആണെന്നുള്ളത്. ഞാനും കൂടുതൽ തർക്കിക്കാൻ പോയില്ല, അതൊക്കെ ഓരോരുത്തരുടെ കാര്യമാണ്. കാരണം 30 കിട്ടുന്നുണ്ടെന്ന് പറയുന്നവർ വേണ്ടിയുണ്ട്. പക്ഷേ 26 ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. 26 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല BS3 390ക്ക് ആരും കളിയാക്കുന്ന ഒരു മൈലേജ് ആണെന്നുള്ളത്. ഞാൻ ഒരുപാട് കൂടുതലാണെന്ന് പറയണോ എന്നെനിക്കറിയില്ല, കാരണം 30 കിട്ടുന്നുണ്ടെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയില്ല, എന്നാലും ഒരുപാട് കുറവല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ എൻ്റെ മനസ്സിലെ എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഒരു 20-25 ആയിരുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള മൈലേജാണ്. ഞാൻ റെക്കോർഡ് ആവുന്നുണ്ടോ നോക്കട്ടെ, ഭാഗ്യം. കാരണം നേരത്തെ ഫ്യൂല് ഫില്ല് ചെയ്തപ്പോൾ റെക്കോർഡായില്ല, ഞാൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ് ചെയ്തത്. സോ 26.4 ആണ് നമുക്ക് BS3 RC390യുടെ ടോട്ടൽ മൈലേജ് ആയിട്ട് ഇപ്പോഴത്തെ ഈ ഒരു റോഡ് കണ്ടീഷനിലെ മൈലേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. വെരി ഹാപ്പി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ തീരുകയാണ്, കാരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് നിന്നത്. ഈ ഒരു മൈലേജിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ.